ഹായ് വെൽക്കം ടു റെട്രോ കാതികൻ. 28 ഡേയ്സ് ലേറ്റർ, 28 വീക്സ് ലേറ്റർ, 28 ഇയേഴ്സ് ലേറ്റർ ഇറങ്ങിയിരിക്കുകയാണ് ഈ നേരത്തെ പറഞ്ഞ രണ്ട് സിനിമകളുടെ ഒരു തേർഡ് സീക്വൽ എന്ന് പറയാൻ പറ്റില്ല. സീക്വലാണെങ്കിൽ ഒരു അത്യാവശ്യം ചെറിയ കുറച്ച് കണക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് തോന്നി. പക്ഷെ അത് ഈ സിനിമ കാണുന്നത് കൊണ്ട് ആ രണ്ട് സിനിമകളും കാണണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് ഒരു തേർഡ് ഇൻസ്റ്റാൾമെൻ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരു എപ്പിസോഡ്സ് പോലെ ഈ ആ ഒരു സംഭവത്തിന് ശേഷം ഈ വേൾഡ് ഇപ്പോൾ എങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത്. 28 വർഷങ്ങൾക്ക് ശേഷമുള്ള അവിടുത്തെ പോപ്പുലേഷനും ആ വേൾഡ് എങ്ങനെ മാറി എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ സിനിമയിൽ വന്നിരിക്കുന്നത്. ഓവറോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒരു കുഴപ്പമില്ല, ഓക്കെയാണ്. കാരണം അതിൻ്റെ വേൾഡ് സെറ്റ് ചെയ്തിരിക്കുന്നൊരു വേൾഡ് ഉണ്ടല്ലോ, അത് അത്യാവശ്യം നന്നായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഡയറക്ടർ ഡാനി ബോയിലാണ്. ഡാനി ബോയിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, കൂടുതലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് സ്ലം ഡോഗ് മില്യനർ ആയിരിക്കും. അദ്ദേഹം മറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആയിരിക്കും കൂടുതൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് സിനിമകൾ പരിചയപ്പെടാനുള്ളൊരു അവസരം ഉണ്ടായിട്ടുള്ളത്. പിന്നെ 28 ഡേയ്സ് ലേറ്റർ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ജോണറിലുള്ള സോംബി സിനിമകളിലൊക്കെയുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു സിനിമയായിരുന്നു. അതും പിന്നെ 28 വീക്സ് ലേറ്റർ. 28 ഡേയ്സ് ലേറ്റർ ചെയ്തത് ഡാനി ബോയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അലക്സ് ഗാർലൻഡ് എന്ന് പറയുന്ന റൈറ്ററും കൂടെ ഉണ്ട്. അവരൊരു ടീം, നല്ലൊരു ടീം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ അവർ ചെയ്ത ഈ സിനിമ വെയിറ്റ് ചെയ്ത് അവരുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അവർ ഇത്ര നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു എക്സൈറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവരൊന്നിച്ചു വലിയൊരു വണ്ടറൊന്നും വന്നില്ല. ഓക്കെ മൂവി എന്നുള്ളത് മാത്രമേ തോന്നുള്ളൂ. പിന്നെ 28 വീക്സ് ലേറ്റർ കുറച്ചുകൂടെ ആൾക്കാർക്ക്, പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ ഇഷ്ടം തോന്നുക എന്ന് പറയുന്നത് 28 വീക്സ് ലേറ്ററിൻ്റെ ഓപ്പണിംഗ് സീൻസൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതായത് സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡാനി ബോയിലല്ല, അദ്ദേഹം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. അതിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പാനിഷ് ഡയറക്ടറാണെന്ന് തോന്നുന്നു, പേര് ഓർമ്മയില്ല. ഈ രണ്ട് സിനിമകൾക്ക് ശേഷം ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ഒരു പോർഷനിലേക്ക് എത്തുമ്പം കുറച്ച് സോംബി അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ആക്ഷൻ സംഭവങ്ങളും പേടിപ്പെടുത്തുന്ന ആ വേൾഡും ആൾക്കാരിപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, പോപ്പുലേഷൻ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ സംഭവങ്ങളൊക്കെയാണ് ഈ പാട്ടിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ കഥ പോകുന്ന ഒരു മെയിൻലാൻഡ് ഉണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്, ബിറ്റ്വീൻ ഒരു കടലാണ്, കടലിന് നടുക്കായിട്ടൊരു പാത്തുണ്ട്. ഈ ഐലൻഡിലുള്ളവർ മെയിൻലാൻഡിലേക്ക് പോകുന്നുണ്ട്. കാരണം മെയിൻലാൻഡിലാണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉള്ളത്. മെയിൻലാൻഡിൽ ഇൻഫെക്റ്റഡ് പേഴ്സൺസിനെ ഹണ്ട് ചെയ്യാനായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവരുടെ ഐലൻഡിലുള്ള ആൾക്കാരുടെ ജീവിത രീതികളൊക്കെ വേറൊന്നായി മാറി. അവർ സർവൈവ് ചെയ്ത് ജീവിക്കുകയാണ്. ഈ മെയിൻലാൻഡിലേക്കുള്ളവരെ കൊന്നൊടുക്കാൻ ഹണ്ട് ചെയ്ത് പരിശീലിപ്പിക്കുന്ന സംഭവങ്ങൾ, അങ്ങനെയുള്ള ഒരു ജനറേഷനെ പോലും അവർ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ ഓപ്പണിംഗ് സീൻ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്കാണ് പോകുന്നത്, ഈ വേൾഡിലേക്കാണ് പോകുന്നത്. ഓപ്പണിംഗ് സീൻ പഴയ എങ്ങനെ ഇത് ഇൻഫെക്റ്റഡ് ആയി എന്നുള്ള രീതിയിലുള്ളൊരു സീക്വൻസൊക്കെ ബിൽഡ് ചെയ്തിട്ട് പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ഈ വേൾഡ് കാണിക്കുന്നത് ആഫ്റ്റർ 28 ഇയേഴ്സ് ലേറ്റർ എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നീട് ഇത് ആ കഥ തുടങ്ങി, പിന്നീട് ഇവരുടെ ലൈഫ് കാണിച്ചു. പിന്നെ അവരുടെ ആയിട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു പയ്യനാണ് കുട്ടിയുടെ ക്യാരക്ടറും. ഈ അച്ഛനും തമ്മിലുള്ള കുറച്ച് കോൺഫ്ലിക്ട്സും, കാരണം അമ്മയുടെ കാര്യത്തിലുള്ള ഒരു അമ്മ കുറച്ച് ഒരു രോഗിയാണ് അവർ. അപ്പം ആ കഥാപാത്രത്തിന് എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തി എടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിൽ ഈ മെയിൻലാൻഡിലോട്ട് എൻട്രി ചെയ്യാന്നുള്ളതാണ് പിന്നീട് കഥ പോകുന്നത്. ആ മെയിൻലാൻഡിൽ ഇപ്പോഴും ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട്, ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പയ്യൻ അമ്മയും കൊണ്ട് പോകുന്നത്. പിന്നീട് അത് കുറച്ചുകൂടെ ആ പ്രിമൈസൊക്കെ കുറച്ച് നന്നായിട്ട്
കഥ പോകുന്ന രീതിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ലാൻഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പോയിറ്റിക് ആവും. ഡയലോഗ്സൊക്കെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ്. സ്കൾ ഇസ് എ സെറ്റ് ഓഫ് തോട്ട്സ്, മൊമെൻറ്റോ മോറി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ആൾക്കാരുടെ ഇമോഷൻസും അവരുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് പിന്നീട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൈൻഡ് ഓഫ് ഇതൊരു എ റേറ്റഡ് സിനിമയാണ്. എല്ലാവർക്കും ഇത് റിലേറ്റബിൾ ആണെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരുടെയും ചായക്കപ്പല്ല ഇത്. കാരണം കുറച്ച് ഫ്ലഷ് ഈറ്റനായിട്ടുള്ള സോംബീസാണിത്. പിന്നെ ഈ കുറച്ച് മൃഗീയമായിട്ടുള്ള സീക്വൻസ് എന്ന് പറഞ്ഞാൽ വലിയ മൃഗീയത സ്ഥിരം കാണുന്നവർക്ക് വലിയ പ്രശ്നമില്ല എന്ന് തോന്നുന്നു. കാരണം ഹെഡും വേർട്ടിബ്ര അടക്കം പറിച്ചെടുക്കുന്ന കുറച്ച് സീക്വൻസൊക്കെ ഉണ്ട്. അതൊക്കെ അത്യാവശ്യം അതിൻ്റെ ഡിസൈനൊക്കെ കുറച്ച് നല്ലതായിരുന്നു. പിന്നെ ഇതിൻ്റെ ക്യാമറ വർക്ക്, ആ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് മോസ്റ്റ്ലി പാർട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഐഫോണിലാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ന്യൂസായിട്ട് വന്നതൊക്കെയാണ്. കാരണം ഒരു സെമി സർക്കിൾ റിഗൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഐഫോൺസ് 28 ഐഫോൺസ് ആണെന്ന് തോന്നുന്നു. 28 ഇയേഴ്സ് ലേറ്റർ സിനിമയ്ക്ക് 28 ഐഫോൺസ് ഒരു ടൈം സ്ലൈഡ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു സീക്വൻസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സിനിമയ്ക്കകത്ത് നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നി. സിനിമകളാകുമ്പം കുറച്ച് ഇതൊരു ടെക്നിക്കൽ എററാണെന്നും എനിക്കറിയില്ല. സിനിമറ്റോഗ്രാഫിയിൽ കുറച്ച് ലൈറ്റ് ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട് നോയ്സൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷേ ചില നമ്മൾ സോംബി സിനിമകൾ ഫൗണ്ട് ഫൂട്ടേജ് ആയിട്ടുള്ള സോംബി സിനിമകൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ സിനിമകളിലേക്ക് മൂഡ് ലിഫ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് അങ്ങനെയുള്ള വിഷ്വൽസ് വരാമെന്നത്. ഇതിനകത്ത് അതൊരു ടെക്നിക്കൽ എററായിട്ട് എനിക്കത് ഫീൽ ചെയ്തില്ല. പക്ഷേ അത് രസമുണ്ടായിരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ആകുമ്പം, ഇങ്ങനത്തെ സിനിമകളാകുമ്പോൾ എഡിറ്റിംഗ് കുറച്ചുകൂടെ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കണം. ക്വിക്ക് കട്ട്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അമ്പ് ചെയ്ത് സോംബീസിനെ കൊല്ലുന്ന രീതിയും ഒക്കെ ഇത്തിരി അതൊക്കെ ഭയങ്കര നല്ലതായിട്ടാണ് അത് കട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. പിന്നെ മറ്റ് സിനിമകളെ സോംബീസിനെ പോലല്ല, അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിനെ പോലല്ല 28 ഡേയ്സ് ലേറ്ററിൻ്റെ ആ ഒരു സീരീസിൽ വരുന്ന ഈ വൈറസ് എഫക്റ്റഡ് ഉള്ള ആൾക്കാർ. കാരണം അവരെ കൊല്ലണമെങ്കിൽ ഈ വൈറസ് ഇൻക്യൂറബിൾ ആണ്. അവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കാലിനോ കയ്യിലോ അമ്പ് ചെയ്തിട്ടോ കാര്യമില്ല. ഹാർട്ട് ആൻഡ് ഹെഡ് ഇതിനകത്ത് മാത്രമേ അവരെ കൊല്ലാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്തൊരു സീക്വൻസ് ഉണ്ടായിരുന്നു, അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ആ മെയിൻലാൻഡ് ഐലൻഡ്, ഈ അച്ഛനും മകനും കൂടെ ഹണ്ട് ചെയ്യാൻ പോയിട്ട് തിരികെ അവരുടെ ഐലൻഡിലേക്ക് തിരികെ വരുന്നൊരു സീക്വൻസ്, അത് ആ നൈറ്റിൽ ടൈറ്റ്സ് എല്ലാം കയറി, കടൽ വെള്ളം കയറി ആ പാത്ത് മൂടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഓടിപ്പോകുന്നു. പിറകെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ആൽഫ മെയിൽ എന്നുള്ളത് പോലൊരു ക്യാരക്ടർ ഉണ്ടാവും. ആ ക്യാരക്ടർ ഇവരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കൊല്ലാനായിട്ട്. അതിനെ കൊല്ലാൻ ഇത്തിരി പാടുള്ള രീതിയിലാണ് അത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന സീക്വൻസ് ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല സീക്വൻസ് ആയിരുന്നു. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്കിയുള്ളത് ഒരു പോർഷനിലേക്ക് എത്തുമ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബോറടിപ്പിക്കുന്ന സീക്വൻസ് കൊണ്ടുണ്ട്. പക്ഷേ അത് കാര്യമൊക്കെ ഇല്ല. അതങ്ങ് ആ സിനിമയുടെ ഒരു ഫ്ലോയിൽ അതങ്ങ് നമ്മളത് പോവും. പിന്നെ കുറച്ച് ഡൗട്ടെന്ന് പറയുന്നത് 2 ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം 28 ഡേയ്സ് ലേറ്ററിൻ്റെ അതിനകത്ത് നായകൻ കിലിൻ മർഫി ആയിരുന്നു. 28 ഇയേഴ്സ് ലേറ്ററിൽ കിലിൻ മർഫിയെ പോലൊരു സോംബിയെ കണ്ടതുപോലൊരു ഇതുണ്ടായിരുന്നു. അങ്ങനൊരു സോംബി വരുന്നുണ്ട്. അത് ഡൗട്ടാണ്. അങ്ങനെ ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. കാരണം ഈ അമ്മയും മകനും ഫ്ലവർ ഫീൽഡിലേക്ക് പോലത്തൊരു സ്ഥലത്ത് വരുമ്പോൾ ഒരു സോംബി ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആ സോംബിയെ അത് കണ്ടിട്ട് കിലിൻ മർഫിയെ പോലെ തോന്നി. പിന്നെ ഇത് ഓപ്പണിംഗ് സീക്വൻസിൽ ഈ സോംബീസ് എല്ലാം കൂടെ ഈ ഒരു പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്രീസ്റ്റായിട്ട്. അത് 28 ഡേയ്സ് ലേറ്ററിനകത്തും ഒരു ഇൻഫെക്റ്റഡ് പ്രീസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ക്യാരക്ടറാണോ ഈ ക്യാരക്ടർ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അതും എന്തെങ്കിലും ആ ഡൗട്ടും ക്ലാരിറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഓവറോൾ പിന്നെ ഇതിൻ്റെ പടത്തിൻ്റെ എൻഡിങ്ങിൽ ആ ക്യാരക്ടറിൻ്റെ അപ്പിയറൻസും ഒക്കെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അത് റോക്ക് മ്യൂസിക്കൊക്കെ വെച്ചിട്ടുള്ള ഒരു പൊലിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് ഈ സോംബീസിനെ കൊല്ലുന്നതൊക്കെ ഒരു സീക്വൻസ്. അതാണ് എൻഡ് സീൻ. അതും ഒരുവിധം ഓക്കെ ആയിരുന്നു. ഓവറോൾ എനിക്കൊരു ഓക്കെ എക്സ്പീരിയൻസ് ആണ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ബൈ. ടുട്ടോക്കാതിക.